കേരളത്തിൽ സ്ത്രീകൾ പീഡിപ്പിക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്, പുരുഷന്മാർ. പണ്ടൊക്കെ സ്ത്രീകളെ പീഡിപ്പിക്കായിരുന്നു, ഇപ്പം പുരുഷന്മാരെ പീഡിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ഭർത്താവിൻ്റെ കൂട്ടത്തിൽ മരണം വരെ ജീവിക്കാമെന്ന് പറഞ്ഞ് ഏതെങ്കിലും ദേവാലയത്തിൽ വെച്ചോ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട്, പള്ളിയിൽ വെച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുസമൂഹത്തിൽ വെച്ചോ കല്യാണമൊക്കെ കഴിച്ച് വരുന്നതായിരിക്കും. മരണം വരെ ജീവിക്കുക എന്നുള്ള ഒരു അഗ്രിമെൻറ്റ്, ഉടമ്പടിയിലാണ് വരിക. അപ്പോൾ അതൊക്കെ അവിടെയും കൊണ്ട് തീരുകയാണ്. കുറച്ച് കഴിയുമ്പം ഈ സ്ത്രീകൾ ഇവരെ ഒഴിവാക്കുകയാണ്, ഭർത്താക്കന്മാരെ. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഈ ഭർത്താക്കന്മാരെ ഒഴിവാക്കി പോവുകയും ചെയ്യും. ഈ നാണം കെട്ട സ്ത്രീകൾ, അല്ലെങ്കിൽ അന്തസ്സ് അഭിമാനവും ഇല്ലാത്ത സ്ത്രീകൾ ഈ ഭർത്താവിൽ നിന്ന് ജീവനാംശവും ചെലവാശം മേടിക്കും. അപ്പോൾ ഇതൊരു നാണം കെട്ട പരിപാടിയാണ്. അപ്പം ഇത് കേൾക്കുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില സ്ത്രീകളോട് എനിക്ക് പറയാത്തേ ഉള്ളൂ, നിങ്ങൾ ഭർത്താക്കന്മാരെ വേണ്ടെന്ന് വെച്ച് പോകുമ്പം നിങ്ങൾ അത് നിയമപരമായിട്ട് ഒഴിവാവുക, ഡിവോഴ്സ് ചെയ്ത് പോവുക. ആ മനുഷ്യന്മാരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, അവരായിട്ട് പീഡിപ്പിക്കാതിരിക്കുക, അതെങ്കിലും ചെയ്തു കൊടുക്കുക. ഈ ഭർത്തൃബന്ധിയ സ്ത്രീകളോട് എനിക്ക് പറയാത്തേ ഉള്ളൂ. ഇന്നിപ്പം കേരളത്തിൽ വിവാഹ മോചനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തം ഭർത്താവിൽ താല്പര്യമില്ലാണ്ട് മറ്റു പലരുമാണ് ഇവർക്ക് ഇപ്പം കൂടുതൽ പുറത്തേക്ക് പോകുന്ന സ്ത്രീകളായിരിക്കും. അവർക്കെല്ലാം വേറെ വേറെ ബന്ധങ്ങളാണ് ഇഷ്ടം പോലെ. അപ്പം ഭർത്താവ് വളരെ ക്ഷീണിതനാണ്, അല്ലെങ്കിൽ രോഗിയാണ്, അല്ലെങ്കിൽ സാമ്പത്തികം ഇല്ല, അല്ലെങ്കിൽ അയാളെ കൊണ്ടൊന്നും കൊള്ളില്ല, അല്ലെങ്കിൽ പിന്നെ സെക്സ് പരമായിട്ട് തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പല കാരണം കൊണ്ടാണ് ഈ സ്ത്രീകൾ ഇവന്മാരെ ഒഴിവാക്കി ചവിട്ടി വലിച്ചെത്തി പോകുന്നത്. അപ്പോൾ ഈ സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ പോകുമ്പം നിങ്ങൾ നിയമപരമായിട്ട് ഒഴിവാക്കുക. എന്നിട്ട് അവരെ വിടുക, അവരെ വഴിക്ക് വിട്ടേക്ക്. ആ ഭർത്താക്കന്മാർ എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ചോ കഴിക്കാതെ എങ്ങനെയെങ്കിലും ലോകത്ത് ജീവിച്ച് തീർക്കട്ടെ. ഇത് അവരെ പീഡിപ്പിച്ച് നാണം കെട്ട് അവരുടെ കാശം മേടിക്കുന്ന ഒത്തിരി സ്ത്രീകളുണ്ട് കേരളത്തിൽ. ശരിയല്ലേ? ഇതൊരു നാണം കെട്ട പ്രവൃത്തിയല്ലേ? ഏതെങ്കിലും അന്തസ്സോ ഉളുപ്പോ ആഭിജാത്യ അഭിമാനമുള്ള സ്ത്രീകൾ ഭർത്താവിൽ നിന്ന് ഇറങ്ങിപ്പോയിച്ചിട്ട്, ഭർത്താവിനെ വിട്ടുപോയിച്ച് അവരുടെ പൈസ മേടിക്കും. വെറും ശുദ്ധ നാണം കെട്ട പരിപാടി. അപ്പം അങ്ങനെയുള്ള അലവരാതി സ്ത്രീകൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാത്തേ ഉള്ളൂ, നിങ്ങൾ ഭർത്താവിൽ നിന്ന് പോകുമ്പോൾ നിയമപരമായിട്ട് ഒഴിവാവുക. ആ ഭർത്താവ് എങ്ങനെയും ജീവിച്ചോട്ടെ, പിന്നെ അദ്ദേഹത്തിൻ്റെ കാശും കൂടെ മേടിച്ച് അദ്ദേഹത്തിന് ഇങ്ങനെ വളരെ രീതിയിൽ മോശമാക്കുന്ന ഒരു പ്രവണത ഉണ്ട് കേരളത്തിൽ. ഇത് ചില നാണം കെട്ട സ്ത്രീകൾ മാത്രമേ ഈ പരിപാടി ചെയ്യുള്ളൂ. ശരിയല്ലേ? ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ ഒരു പ്രവണത